റിപ്പോർട്ട് SIT ഫോളോ അപ്പ് ബ്രേക്കിംഗ്. ശബരിമലയിലെ പഴയ അഷ്ടദിക്പാലകരുടെ വിഗ്രഹം എവിടെ എന്നതിൽ ദുരൂഹത. പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന 8 വിഗ്രഹങ്ങൾ അടങ്ങിയ അഷ്ടദിക്പാലക വിഗ്രഹമാണ് കാണാതായത്. കൊടിമരത്തിൽ ഏറ്റവും മുകളിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവരെ കൊണ്ടുപോയെങ്കിലും അഷ്ടദിക്പാലകരെ കുറിച്ച് ആർക്കും അറിയില്ല. 2017 ജൂണിലാണ് പുതിയ കൊടിമരം സ്ഥാപിക്കുന്നത്. TV പ്രസാദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. TV പ്രസാദ്, ഇതിപ്പോൾ ശബരിമലയിലെ ഓരോ അമൂല്യ വസ്തുക്കളെയും കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് ഇപ്പോൾ വാജിവാഹനത്തിന്റെ കാര്യത്തിൽ തന്ത്രിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന കാര്യത്തിലടക്കം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയേണ്ടത് ദുരൂഹമായി കൊണ്ടിരിക്കുന്ന അഷ്ടദിക്പാലകരുടെ വിഗ്രഹം എവിടെ എന്നതിലാണ്. എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എവിടെയുണ്ടെന്നായിരിക്കും? ശ്രുതി, ശബരിമലയിൽ കഴിഞ്ഞ കുറേ വർഷമായി നടക്കുന്ന നിർമ്മാണങ്ങൾ, അറ്റകുറ്റപ്പണികൾ, പുതുക്കൽ, സ്വർണം പൂശൽ എന്നിവയെല്ലാം സംശയത്തോടുകൂടി കാണേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൻ്റെ ഭാഗമാണ് ശബരിമലയിലെ കൊടിമര നിർമ്മാണവും. 1970 കാലഘട്ടത്തിലാണ് പഴയ കൊടിമരം മാറ്റി അവിടെ സ്വർണം പൂശിയ ഒരു കൊടിമരം സ്ഥാപിക്കുന്നത്. അങ്ങനെ 1970 അത് സ്ഥാപിക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും മുകളിലുണ്ടായിരുന്ന വാജിവാഹനം അന്ന് മാറ്റിയിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ വെള്ളിയിലുള്ള വാജിവാഹനം തന്നെയായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. ആ കൊടിമരത്തിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്താണ് അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങളുള്ളത്. 8 വിഗ്രഹങ്ങളടങ്ങിയ ആ റൗണ്ടിലുള്ള ഒന്നാണ് അത് കാണുന്നതിൽ. അങ്ങനെ പഴയ കൊടിമരം പുതുക്കി മാറ്റുന്ന സമയത്ത് 1970 ഇതൊന്നും മാറ്റിയിരുന്നില്ലെങ്കിൽ പോലും 2017 ജൂൺ മാസം പുതിയ കൊടിമരം വയ്ക്കുമ്പോൾ ആ പുതിയ കൊടിമരത്തിൻ്റെ മുകളിൽ വാജിവാഹനവും പുതിയത് വെക്കുകയായിരുന്നു. അടിയിൽ വരുന്ന അഷ്ടദിക്പാലകരും പുതിയത് വെക്കുകയായിരുന്നു. അങ്ങനെ പഴയ വാജിവാഹനം, അതായത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വിലമതിക്കാനാകാത്ത അത്രയേറെ ആൻറ്റിക് വാല്യൂ ഉള്ള ആ വാജിവാഹനമാണ് അന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ കൊണ്ടുപോയതും ഇപ്പോൾ ഈ വിവാദം ഉയർന്ന സമയത്ത് അത് തിരിച്ചു തരാം എന്ന് കണ്ഠരര് രാജീവർ ദേവസ്വം ബോർഡിനോട് പറയുന്നത്. പക്ഷേ ദേവസ്വം ബോർഡ് അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. കാരണം ഏതെങ്കിലും കാരണവശാൽ ആ കയ്യിലുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണെങ്കിൽ അതിൻ്റെ വലിയ പൊല്ലാപ്പത് ദേവസ്വം ബോർഡിനുണ്ടാകും. നിലവിലുള്ള വിഷയത്തിൻ്റെ മുകളിൽ മറ്റൊരു പുതിയ വിഷയം കൂടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ അത് തിരിച്ചു വാങ്ങാതെ ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായം തേടി അഭിപ്രായം വിടുകയായിരുന്നു. പിന്നീട് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം അത് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വാങ്ങാം എന്നുള്ളതായിരുന്നു. അത് വാജിവാഹനത്തിൻ്റെ കാര്യമാണ്. വാജിവാഹനം എന്നുള്ളത് ഞാൻ നേരത്തെ പറയുന്ന കുതിരയുടെ മാതൃകയിൽ ഈ കൊടിമരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്. ആ സമയത്തും പക്ഷേ ഈ അഷ്ടദിക്പാലകർ എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. പഴയ കൊടിമരത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന അഷ്ടദിക്പാലകരെ കുറിച്ച് തന്ത്രിയും ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. തന്ത്രി കൊടുത്ത അപേക്ഷയിലും വാജിവാഹനത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ അഷ്ടദിക്പാലകർ എവിടെ എന്ന ചോദ്യമാണ് വളരെ സജീവമായി വരുന്നത്. മാത്രവുമല്ല ശ്രുതി, ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം 1970 അന്ന് സ്വർണം പൂശിയ കൊടിമരം ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് 2017 ഫെബ്രുവരി മാസമാണ് പഴയ കൊടിമരം അവിടെ നിന്ന് മാറ്റുന്നത്. പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരം സ്ഥാപിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അന്ന് അവിടെ ഒരു ദേവപ്രശ്നമാണ്. ആ ദേവപ്രശ്നത്തിൽ പറഞ്ഞത് പഴയ നിലവിലുള്ള കൊടിമരത്തിൻ്റെ അടിഭാഗം ഉറുമ്പും ചെതലും വന്ന് നശിച്ചുപോയി, അതുകൊണ്ട് കൊടിമരം മാറ്റണം എന്നുള്ളതാണ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിരുന്നത്. പക്ഷേ ആ ദേവപ്രശ്നം ശരിയല്ല എന്ന് മുമ്പ് കൊടിമരത്തിനെ കുറിച്ച് അറിയുന്ന ആൾ അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിഭാഗം കോൺക്രീറ്റ് ആണ്, അതുകൊണ്ട് ഉറുമ്പും ചെതലും മരിച്ചു പോകില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹത്തെ നിശബ്ദനാക്കുകയായിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത്. പിന്നീട് ആ കൊടിമരം അഴിച്ചു മാറ്റുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ചിതലും ഉറമ്പും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അത് കോൺക്രീറ്റ് ആയിരുന്നു എന്ന കാര്യം അറിയുന്നത്. അപ്പോൾ തന്നെ എന്തിനാണ് പഴയ കൊടിമരം മാറ്റിയത് എന്ന ചോദ്യമുണ്ട്. 10 കിലോയിലേറെ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ കൊടിമരം നിർമ്മിച്ചത്. അങ്ങനെ പുതിയ കൊടിമരം നിർമ്മിക്കുമ്പോൾ പഴയ കൊടിമരത്തിൻ്റെ ആ പറകൾ, ആ സ്വർണം, അതൊക്കെ എവിടെ എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രസക്തമാവുകയാണ്, വാജിവാഹനം തന്ത്രിയുടെ കയ്യിലുണ്ടെങ്കിൽ ഈ അഷ്ടദിക്പാലകരുടെ വിഗ്രഹം എവിടെ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. കൊടിമരം മാറ്റുന്നതിൻ്റെ കൂടെ ഒരിക്കലും മാറ്റാൻ ആവശ്യമില്ലാത്ത ശബരിമലയിലെ വലിയ 2 മണികൾ കൂടി മാറ്റുന്നുണ്ട്. അപ്പോൾ പഴയ മണികൾ എവിടെ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. 18 പടികളും മാറ്റിയിട്ടുണ്ട് ഈ കാലയളവിൽ. ആ 18 പടികൾ മാറ്റേണ്ട സാഹചര്യം എന്ത് എന്നതിന് വ്യക്തമായ മറുപടിയും ആരും തരുന്നില്ല. ചുരുക്കത്തിൽ ശബരിമലയിലെ പ്രധാന ശ്രീകോവിലിന്റെ വാതിലിനുള്ളിൽ കൂടി എലി കടന്നു പോകുന്നു എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ അവസരം കൊടുത്തതുപോലെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. പക്ഷേ ചെയ്യുമ്പോഴും
കോടികൾ ആന്റിക് വാല്യൂള്ള ശബരിമലയിലെ ഈ പഴയ സാധന സാമഗ്രികൾ എവിടേക്കാണ് പോകുന്നത് എന്നതിലാണ് ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്തതും ഒപ്പം ദുരൂഹത പടർത്തുന്നതും. തീർച്ചയായിട്ടും വ്യക്തമാണ്. ടി വി പ്രസാദാണ് വിശദവിവരങ്ങൾ നൽകിയത്.